നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ ICC T20 വേൾഡ് കപ്പ് കഴിഞ്ഞല്ലോ. ഇനി നമുക്കിവിടെ IPL ഉണ്ട്. പക്ഷേ ടീം ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യം തീർച്ചയായിട്ടും ഏകദിന വേൾഡ് കപ്പാണ്. 2027 ഏകദിന വേൾഡ് കപ്പ്. അത് സൗത്ത് ആഫ്രിക്കയിലാണ് നടക്കുന്നത്. അറിയാലോ, സൗത്ത് ആഫ്രിക്കയിലും സിംബാബ്വേയിലും നമീബിയയിലും ഒക്കെ ആയിട്ട് നടക്കാൻ പോവുകയാണ് അടുത്ത ഏകദിന വേൾഡ് കപ്പ്. അത് ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻസിന് വൈകാരികമായിട്ട് മറ്റൊരു പ്രത്യേകത കൂടി, പ്രാധാന്യം കൂടി ആ കളിക്കുണ്ട്. കാരണം രോഹിത്തും കോഹ്ലിയും കളിക്കുന്ന അവസാന വേൾഡ് കപ്പ് ആയിരിക്കും അത്. ആണ് അവർ ആഗ്രഹിക്കുന്നത്. അതുവരെ ഇപ്പോൾ സെലക്ടേഴ്സ് അവരുടെ ടീമിൽ വെക്കുമോ എന്നുള്ളത് കണ്ടറിയണം. പക്ഷെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. കോഹ്ലിയൊക്കെ ഇപ്പോൾ മിന്നും ഫോമിലാണ്, ODIയിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അങ്ങ് ഒഴിവാക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ ഗൗതം ഗംഭീർ വളരെ കൃത്യമായിട്ട് നയം വ്യക്തമാക്കുകയാണ്. നമ്മൾ വേൾഡ് കപ്പിനുള്ള പ്രിപ്പറേഷൻ ഉടൻ തുടങ്ങും. ഈ IPL കഴിയുമ്പോഴേക്കും വേൾഡ് കപ്പിൻ്റെ ടീമിനുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ IPL T20 അല്ലേ എന്നൊക്കെ ചോദിക്കാൻ ആളുണ്ടാവും. പക്ഷേ അതിലെ പെർഫോമൻസും പരിഗണിക്കും എന്നർത്ഥം. അപ്പോൾ നമ്മൾ മലയാളികൾക്ക് സ്വാഭാവികമായിട്ടും സഞ്ജു ഉണ്ടാവുമോ ഏകദിനത്തിൽ കളിക്കാൻ എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഗൗതം ഗംഭീറിൻ്റെ വാക്കുകൾ എന്താണെന്നും സാധ്യത എന്താണെന്നൊക്കെ നോക്കാം. ഗൗതം ഗംഭീർ പറഞ്ഞത് 2027 വേൾഡ് കപ്പിനുള്ള നമ്മുടെ പ്രിപ്പറേഷന് IPL കഴിഞ്ഞാൽ ഉടനെ ആരംഭിക്കും. 2026 IPLനും വേൾഡ് കപ്പിനും ഇടയിൽ നമുക്ക് 25 മുതൽ 30 വരെ ഏകദിന മത്സരങ്ങൾ കളിക്കാൻ കഴിയും. ഈ ഫോർമാറ്റ് ഇപ്പോൾ നമ്മൾ വളരെ അധികം ഒന്നും കളിക്കാത്തൊരു ഫോർമാറ്റാണ്. നിലവിൽ T20 ആയിക്കാളും നമ്മൾ പ്രാധാന്യം കൊടുത്തു. പക്ഷേ ഇനി ഏകദിനത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കും. എത്ര നേരത്തെ നമ്മൾ പ്ലാനിങ്ങുമായിട്ട് മുന്നോട്ട് പോകുന്നുവോ അത് നമുക്ക് കൂടുതൽ ഗുണകരമായിരിക്കും. സൗത്ത് ആഫ്രിക്ക ഈസ് നോട്ട് ആൻ ഈസി പ്ലേസ് ടു പ്ലേ ക്രിക്കറ്റ്. സൗത്ത് ആഫ്രിക്കയിലാണല്ലോ വേൾഡ് കപ്പ്. അവിടെ പോയി ക്രിക്കറ്റ് കളിക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ കോമ്പിനേഷൻസ് ഫിഗർ ഔട്ട് ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് ആ കണ്ടീഷൻസിന് സ്യൂട്ടബിളായിട്ടുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുമുണ്ട്. സെലക്ടേഴ്സും കോച്ചസും ആ കാര്യം ചെയ്യും. By the time IPL 2026 ends, India will have a blueprint for ODI World Cup 2027 എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2026 IPL അവസാനിക്കുന്നതോടുകൂടി ഇന്ത്യക്ക് 2027 വേൾഡ് കപ്പിനുള്ളൊരു ബ്ലൂ പ്രിൻ്റ് തയ്യാറായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. തീർച്ചയായിട്ടും. കാരണം ഈ IPL കഴിഞ്ഞാൽ പിന്നെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ കൊണ്ടുപോകേണ്ടത് 2027 വേൾഡ് കപ്പിൻ്റെ പ്രിപ്പറേഷൻ തന്നെയാണ്. അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമുക്കുള്ളൊരു ചോദ്യം, സഞ്ജുവിനെ ഉൾപ്പെടുത്തുമോ? ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ. കാരണം IPLിലെ പ്രകടനമൊക്കെ നോക്കും, അദ്ദേഹം പറയുന്ന വാക്കുകളുണ്ട്. സഞ്ജു ആണ് ഇപ്പോൾ റെഡ് ഹോട്ട് ഫോമിലാണ്. അദ്ദേഹത്തിന് ഏകദിനവും കളിക്കാൻ കഴിയും, നമുക്കറിയാം. സൗത്ത് ആഫ്രിക്കയിലാണ് കളി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഏകദിന മത്സരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 2023 ഡിസംബർ മാസത്തിൽ സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ് അദ്ദേഹം അവസാനമായിട്ട് ഏകദിന മത്സരം കളിച്ചത്. ആ കളിയിൽ അദ്ദേഹം സെഞ്ചുറി അടിച്ചിരുന്നു. അപ്പോൾ ടീം ഇന്ത്യയിലേക്ക് ഏകദിനത്തിനും ഉൾപ്പെടുത്താവുന്ന താരമാണ് സഞ്ജു സാംസൺ. ഇനി അദ്ദേഹത്തെ ഉൾപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ സെലക്ഷൻ കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അദ്ദേഹത്തിന് അതിന് കഴിയുമെന്നുള്ളത് അദ്ദേഹം ഓൾറെഡി തെളിയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഉൾപ്പെടുത്തിയാൽ എങ്ങനെയായിരിക്കും 11? രോഹിത് ശർമ്മയും സഞ്ജു സാംസണും ചേർന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഗില്ല് എവിടെ കളിക്കും? ഗില്ലല്ലേ ക്യാപ്റ്റൻ നമുക്ക് മാറ്റാമെന്നേ തമാശയ്ക്ക് അങ്ങനെ പറയും. പക്ഷേ സാധ്യത കുറവാണ്. അപ്പോൾ സഞ്ജു ടോപ്പ്, അതായത് 15 മെമ്പർ സ്ക്വാഡിൽ ഉൾപ്പെടാം. അതിനേ സാധ്യതയുള്ളൂ. പ്ലേയിങ് ലെവലിൽ വരണമെങ്കിൽ രോഹിത്തോ ഗില്ലോ ആരെങ്കിലും ഒരാൾ മാറണം. നിലവിലെ അവസ്ഥയിൽ സാധ്യത കുറവാണ്. ഇനി അതല്ല, ഇനിയും സമയമുണ്ട് എന്നുള്ളത് കൊണ്ട് എന്തും സംഭവിക്കാം. ഫിറ്റ്നസ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വരാവുന്നതാണ്. സോ ഇനിയിപ്പോൾ ഗില്ലില്ലെങ്കിൽ രോഹിത്തും സഞ്ജുവും ഓപ്പൺ ചെയ്താൽ പിന്നാലെ വിരാടും ഇഷാൻ കിഷനും ഒക്കെ വരാം. ഇഷാൻ കിഷന് ഏകദിനത്തിലും കളിക്കാൻ കഴിയുന്നുള്ള എല്ലാവർക്കും അറിയാം. ദെൻ ശ്രേയസ് അയ്യർ, പിന്നെ ഓൾറൗണ്ടറായിട്ട് നിതീഷ് കുമാർ റെഡ്ഡി, അല്ലെങ്കിൽ ശിവൻ ദ്യൂബയും കളിപ്പിക്കാവുന്നതാണ്. ദെൻ ഹാർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, കുൽദീപ്, സിറാജ്, ബൂംറ, ഇങ്ങനെയുള്ള 11 കൊണ്ടൊക്കെ പോവാം സാധ്യത എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അപ്പോൾ സഞ്ജുവിന് എന്തായാലും പരിഗണന ലഭിക്കും എന്ന് വേണം കരുതാൻ. നിലവിലെ അദ്ദേഹത്തിൻ്റെ ഫോം, വ്യത്യസ്ത ഫോർമാറ്റുകൾ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയും. ടെസ്റ്റ് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ പറയുന്നില്ല. പക്ഷേ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് 2 ഫോർമാറ്റും വഴങ്ങും എന്നുള്ളത് അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ്. ഏകദിനത്തിൽ അവസാനമായി കളിച്ചപ്പോൾ സെഞ്ചുറി അടിച്ചിട്ടുള്ളതാണ്. അതും സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ്. അവിടെയാണ് വേൾഡ് കപ്പും വരുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ഗൗതം ഗംഭീറിൻ്റെ ഈ പോളിസി കൊള്ളാം. നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യുക, അതിനനുസരിച്ച് ടീം കോമ്പിനേഷൻ കണ്ടെത്തുക,
ഇനിയുള്ള മത്സരങ്ങളൊക്കെ വേൾഡ് കപ്പിനുള്ള പ്രിപ്പറേഷൻ എന്ന രൂപത്തിൽ തന്നെ എടുക്കുക. അപ്പോൾ നമ്മൾ കണ്ടല്ലോ T20 വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് നടന്ന മത്സരങ്ങളിൽ എത്ര കളികളിലാണ് വ്യത്യസ്ത കോമ്പിനേഷൻസ് ഒക്കെ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയത്. ടോസ് ലഭിച്ചിട്ടും രണ്ടാമത് ബാറ്റ് ചെയ്യേണ്ട ഗ്രൗണ്ടുകളിൽ ആദ്യം ബാറ്റ് ചെയ്തു. അപ്പോൾ ഡ്യൂവിൻ്റെ സമയത്ത് ബൗളേഴ്സ് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. വ്യത്യസ്ത ബാറ്റിംഗ് കോമ്പിനേഷനുകൾ ഉപയോഗപ്പെടുത്തി പലയിടത്ത് ബാറ്റർമാരെ ഇറക്കി വേൾഡ് കപ്പിൽ അത്തരം അവസരങ്ങൾ വന്നാൽ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളതിനുള്ള പ്രാക്ടീസ് ആയിരുന്നു അത്. അതൊക്കെ സക്സസ്ഫുള്ളായിട്ട് വേൾഡ് കപ്പിൽ ഉപയോഗപ്പെടുത്താൻ പറ്റി. അതുപോലെ തന്നെ ഇനിയുള്ള ഏകദിന മത്സരങ്ങളിൽ നമ്മൾ അതൊക്കെ പ്രതീക്ഷിക്കണം. അദ്ദേഹം പറഞ്ഞ പോലെ ആ കോമ്പിനേഷൻസ് ഫിഗർ ഔട്ട് ചെയ്യുക, അവിടുത്തെ കണ്ടീഷനിൽ കളിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല താരങ്ങൾ ആരൊക്കെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക, അതനുസരിച്ച് ടീം ഉണ്ടാക്കുക. ആ കോമ്പിനേഷനിൽ സഞ്ജു സാംസണും ഉൾപ്പെടും എന്ന് പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സിൽ എത്താം.